എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ ഇപ്പോൾ ഒരു ലോങ് വീക്കെൻഡിലാണുള്ളത്. ലോങ് വീക്കെൻഡ് എന്ന് മാത്രമല്ല, ഈ ഫുൾ ടൈം ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഈ ലോങ് ഹോളിഡേ എന്ന് പറയുന്നത് തന്നെ ഒരു വിരസതയാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിൽ അഡിക്റ്റായവർക്ക് അതിനേക്കാളേറെ ബുദ്ധിമുട്ടാണ്. ഏതായിരുന്നാലും അതവിടെ നിൽക്കട്ടെ. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്വിംഗ് ട്രേഡുകൾ, ചിലരൊക്കെ ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളൊക്കെ ചോദിക്കാറുണ്ട്. അവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നത് അബദ്ധമാണ്. എല്ലാം തന്നെ വളരെയധികം ഹൈ പ്രൈസിലാണുള്ളത്. നമുക്കറിയാം, ഏകദേശം ഒരു 2 വർഷക്കാലമായിട്ട് നമ്മുടെ മാർക്കറ്റ് മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പ് മൂവ്മെൻറ്റിലാണുള്ളത് മാർക്കറ്റ്. അങ്ങനത്തെ ഈ ഒരു അവസരത്തിൽ നമ്മൾ സ്റ്റോക്കുകളിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം സംഭവിക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഒത്തിരി പേര് പറയാറുണ്ട് ഓഫീസ് ഡ്യൂട്ടിക്കിടയിൽ ട്രേഡ് ചെയ്യാൻ കഴിയാറില്ല, അതുപോലെ തന്നെ മറ്റു ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ട്രേഡ് ചെയ്യാൻ കഴിയാറില്ല, അമിതമായ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, ട്രേഡിങ്ങിനെ കുറിച്ച് കാര്യമായ അറിവില്ല, ബേസിക് നോളേജ് ഉണ്ട്, ഒരു സ്റ്റോക്ക് വാങ്ങുക വിൽക്കുക എങ്ങനെയാണ്, എന്നാൽ ടെക്നിക്കൽ അനാലിസിസ്, അതേപോലെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് അതുപോലെയുള്ള പ്രൈസ് ആക്ഷൻ ഒന്നും അറിയില്ല. അതായത് ടോട്ടലി മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല, എന്നാൽ ബേസിക് നോളേജ് ഉണ്ട്. മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ വിൽക്കാം എന്നൊക്കെ ഉണ്ട്. അത്തരക്കാർക്കെല്ലാം കൂടെ ഒരു പരിഹാരമായാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓവറാൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം തന്നെ മൊമെൻറ്റം ട്രേഡിംഗ് എന്നാണ്. മൊമെൻറ്റം ട്രേഡിങ്ങിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ മൊമെൻറ്റം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ളവർക്ക് ഈ 200 എബോവ് അല്ലെങ്കിൽ 300 എബോവ് എടുക്കുക എന്ന് പറയുന്നുണ്ട്. മൊമെൻറ്റം ട്രേഡ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസിനെ നമ്മൾ മുകളിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വീണ്ടും അതിന് മുകളിൽ വെക്കുന്ന ഒരു കൺസെപ്റ്റാണ് മൊമെൻറ്റം ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് എന്താണ്, അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളും അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുൻപ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒരു ആൽഗോ ഇൻഡിക്കേറ്റർ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ടാണ്. താല്പര്യമുള്ളവർ ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട്. അവരൊന്നും ഇതുവരെ നെഗറ്റീവ് റിസൾട്ടൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നല്ലതാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും, ഇത് നമുക്ക് ബാക്ക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ശനിയാഴ്ച ചെയ്തുകൊണ്ട് BTC അതായത് ബിറ്റ് കോയിൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നിഫ്റ്റി നോക്കാം. നോക്കൂ, നിഫ്റ്റിയുടെ ചാർട്ടാണിത്. ലാസ്റ്റ് 1 അവർ ടൈമിൽ നടന്ന ട്രേഡിംഗ് ആണിത്. താഴത്തേക്ക് മേലേക്ക് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നല്ലോ. അതിനു മുമ്പ് ഒരു ഡൗൺ സൈഡ് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഒരുപാട് ഡൗണിലേക്ക് വന്നത്. ഇവിടെ സെൽ എൻട്രി, സെൽ സിഗ്നൽ വന്നു. നമുക്ക് സെല്ലെടുത്തവർക്ക് നല്ല പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ ഇതിൽ എല്ലാം നമുക്ക് കമ്മോഡിറ്റി, ഡെറിവേറ്റീവ്, ഫോറക്സ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുക്കാം. താല്പര്യമുള്ളവർ കണ്ടിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടുക. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് മൊമെൻറ്റം ട്രേഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റോക്ക്, ഈ സ്റ്റോക്കിന് പെട്ടെന്ന് ഒരു ന്യൂസ് വരികയാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒരു റിലയൻസ് തന്നെ എടുക്കുക. റിലയൻസിന് ഒരു ന്യൂസ് വരികയാണ്. ന്യൂസ് വരുമ്പോൾ ഈ ട്രേഡർമാരെല്ലാവരും നല്ല ന്യൂസ്, പോസിറ്റീവ് ന്യൂസാണ്, ഇന്ന് നല്ല ഹൈയിലേക്ക് ഒരു 50 പോയിൻറ്റ് 100 പോയിൻറ്റ് ഹൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അത് ബൈ ചെയ്യും. ബൈ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പോകും. അതേസമയം ഇതേ റിലയൻസിന് ചെറിയ ചെറിയ ന്യൂസുകളാണ് വരുന്നതെങ്കിൽ ആ ന്യൂസുകളൊന്നും ആരും വകവയ്ക്കില്ല. പക്ഷേ അങ്ങനെ ചെറിയ ചെറിയ ന്യൂസുകൾ വന്ന് സ്റ്റോക്ക് കുറേശ്ശെ മുകളിലേക്ക് കയറി അത് അപ്രിഷ്യേറ്റ് ആവുമ്പോൾ അതിലേക്ക് ആളുകൾ ഇത് നല്ല കയറുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൂട്ടും. അങ്ങനെയും അത് മുകളിലേക്കെത്തും. അങ്ങനെ 2 തരത്തിലുള്ള ട്രേഡിംഗ് ആണ്. ഒന്ന്, നമ്മൾ ലോവിൽ നിന്നും വാങ്ങിയിട്ട് കാത്തിരിക്കുക, വളരെ താഴ്ന്ന വിലയിൽ നിന്നും വാങ്ങി കാത്തിരിക്കുന്നത് ഒരു ട്രേഡിംഗ് സ്റ്റൈല്. രണ്ടാമത്, നിലവിൽ 100 രൂപ ഉള്ള ഒരു സ്റ്റോക്കിനെ 150 രൂപ എത്തുമ്പോൾ നമ്മൾ വാങ്ങുന്നു, 200 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇതാണ് മൊമെൻറ്റം ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് 100 രൂപ ഉള്ള സ്റ്റോക്കിനെ 150 രൂപയിലേക്ക് എത്തുമ്പോൾ വാങ്ങിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നമ്മൾ ചാടിക്കയറുന്നു, നമ്മൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം. അത് തന്നെ. അതേസമയം പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോവുള്ളൂ, അത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് പതുക്കെ എത്തുള്ളൂ. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോൾ ഭൂമി വാങ്ങാൻ നോക്കുകയാണ്, കുറച്ച് സ്ഥലം വാങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു ടൗണിലാണെന്ന് വെച്ചോളൂ, എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് നമ്മൾ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. നിലവിൽ 10 ലക്ഷം രൂപയാണ് സെൻറ്റിന് എന്ന് വെച്ചോളൂ. അതേസമയം നമ്മൾ
ആ ഭാഗത്ത് നിന്ന് കുറച്ച് ഔട്ട് സൈഡിലേക്ക് നാളെ ഭാവിയിൽ അവിടെ ഒരു എയർപോർട്ട് വരാനുണ്ട്, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വരാനുണ്ട്, വലിയൊരു ആശുപത്രി വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ ആ ഭൂമി വാങ്ങാൻ പോവാണ്. നമ്മൾ ആ ഭൂമി വാങ്ങിയിട്ട് കാത്തിരിക്കുകയാണ്, ഒരുപാട് കാലം കാത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം വന്നേക്കാം, വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ആശുപത്രിയൊക്കെ വരാം. അപ്പോൾ സ്വാഭാവികമായും ആ സ്ഥലത്തിന് വില കൂടും. പക്ഷേ വർഷങ്ങൾ കഴിയണം അല്ലേ? അതിൽ നിന്ന് നമുക്ക് ഇൻകം റിട്ടേൺ കിട്ടണമെങ്കിൽ വർഷങ്ങൾ കഴിയണം. ഒരു പക്ഷേ വരാതിരിക്കുകയും ചെയ്യാം. അതേസമയം എറണാകുളം ടൗണിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുണ്ട്, മറ്റ് ആധുനിക സൗകര്യങ്ങളുണ്ട്. അവിടെ വീണ്ടും ഇപ്പോൾ ഒരു എയർപോർട്ടിൻ്റെ പണി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചുള്ളൂ. തീർച്ചയായും അവിടെ വാങ്ങാൻ പോകുന്ന സ്ഥലത്തിന് ഇരട്ടിയുടെ ഇരട്ടി വില പറഞ്ഞേക്കാം. പക്ഷേ എന്നിരുന്നാലും വാങ്ങാൻ പോകുന്ന നമുക്കൊരു ഐഡിയ ഉണ്ടാവും, നാളെ എയർപോർട്ട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വാങ്ങുന്നതിൻ്റെ 2 ഇരട്ടി വില നമുക്ക് അപ്പോഴും കിട്ടും എന്നുള്ളതുകൊണ്ട് നമ്മളതാ വാങ്ങാൻ നിൽക്കും. അത് വാങ്ങും. ആ ആൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ എയർപോർട്ടിൻ്റെ പണി കഴിഞ്ഞു, നമ്മുടെ പ്രോപ്പർട്ടി നല്ല വിലയിലേക്ക് എത്തും, നമുക്കത് വിൽക്കാൻ കഴിയും. ഇതാണ് മൊമെൻറ്റം ട്രേഡ്. ഓക്കെ, ഇതിന് മാർക്കറ്റിൽ പറയുന്നതാണ് ബൈ ലോ സെൽ ഹൈ. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതിനെ ബൈ ലോ സെൽ ഹൈ. സെക്കൻഡ് മൊമെൻറ്റം ട്രേഡിംഗ് എന്ന് പറയുന്നത് ബൈ ഹയർ സെൽ ഈവൻ മോർ ഹയർ. ഓക്കെ, ഇതാണ് ഈ മൊമെൻറ്റം ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പ്രചാരത്തിലായത് ഒരു 2017, 2016 കാലഘട്ടത്തിലാണ്. പലരും അത് ചെയ്തതാണ്. 2016, 2017 കാലഘട്ടത്തിലാണ് ഇത് കൂടുതൽ ആളുകൾ പരീക്ഷിക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ്, അതായത് ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് ജഗദീഷ് ടിറ്റ്മാൻ എന്നീ 2 പേര് അവരൊരു പേപ്പർ, ഒരു ജേണൽ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ ഈ മൊമെൻറ്റം ട്രേഡിങ്ങിനെ കുറിച്ച് US മാർക്കറ്റിൽ 100 വർഷത്തെ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ ബാക്ക് ടെസ്റ്റ് നടത്തി അതിൻ്റെ സക്സസ് റേറ്റ് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ബൈയിങ് ദ വിന്നേഴ്സ് ഹാസ് ഗിവൻ മോർ പ്രോഫിറ്റ് ദാൻ ബൈയിങ് ദ ലോസേഴ്സ്. അതായത് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ, ഒരു ആഴ്ച, ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യാണ്. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ടോപ്പ് 5 നിൽക്കുന്ന സ്റ്റോക്കുകൾ, അതായത് ഈ ആഴ്ച ഏറ്റവും ഉയരത്തിലെത്തിയ 5 ടോപ്പ് 5 സ്റ്റോക്കുകളെ എടുത്ത് അതിനെ ഒരാഴ്ചത്തേക്ക് തിങ്കളാഴ്ച രാവിലെ നമ്മൾ വാങ്ങുകയാണ്. അതിനുശേഷം ഈ സൈക്ലിംഗ് നെക്സ്റ്റ് ഫ്രൈഡേ വൈകുന്നേരം, അതുവരെ നമ്മൾ ഒന്നും നോക്കുന്നില്ല. നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ വിൽക്കുകയാണ്. വീണ്ടും അന്ന് വൈകുന്നേരം ആ ടോപ്പ് 5 സ്റ്റോക്കുകളെ നമ്മൾ നോക്കുന്നു. പിറ്റേ തിങ്കളാഴ്ച മോർണിംഗ് മാർക്കറ്റ് തുറക്കുമ്പോൾ നമ്മൾ വാങ്ങുന്നു. ഇതിങ്ങനെ സൈക്ലിംഗ് ആണ്, ക്രമേണ ഓട്ടോമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കണം. ഇതിനൊരു ടെക്നിക്കൽ അനാലിസിസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള യാതൊരു ഇൻഡിക്കേറ്ററിൻ്റെയോ സഹായം ആവശ്യമില്ല എന്നുള്ളതാണ്. ആർക്കും ചെയ്യാം. സ്റ്റോക്ക് വാങ്ങാനും കൊടുക്കാനും ഉള്ള നോളേജ് മാത്രം ഉണ്ടായാൽ മതി. അതിന് നമ്മൾ എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് നോക്കാം. സ്ക്രീനിലേക്ക് വരിക. അതിന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടത് സ്ക്രീനർ എന്നുള്ള സൈറ്റാണ്. സ്ക്രീനർ. ഓക്കെ, സ്ക്രീനർ സൈറ്റ് ചെയ്തു. ആ ഫസ്റ്റ് കാണുന്ന സ്റ്റോക്ക് സ്ക്രീനർ ആൻഡ് ഫണ്ടമെൻ്റൽ ആണ്, സെലക്ട് ചെയ്യുക. സെർച്ച് ഫോർ കമ്പനി. നമ്മൾ ഇതിനെ ഹോമിലേക്ക് പോകുന്നു, ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. നമ്മൾ സ്ക്രീൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കണ്ടു സ്ക്രീൻസ്, ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നെക്സ്റ്റ് ബ്ലൂ കോളത്തിൽ കണ്ടില്ലേ ക്രിയേറ്റ് ന്യൂ സ്ക്രീന്, നമ്മൾ ഇതിൽ സെർച്ച് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ 2 വാക്കാണ് അടിച്ചു കൊടുക്കേണ്ടത്. അതായത് റിട്ടേൺ ഓവർ 1 വീക്ക്, റിട്ടേൺ ഓവർ 1 വീക്ക്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആൻഡ് മാർക്കറ്റ് ക്യാപ്പ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗ്രേറ്റർ ദാൻ 25,000 crore. അതായത് 25,000 crore മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിരിക്കും. അതിനാണ് 25,000 crore നമ്മൾ ടൈപ്പ് ചെയ്തത്. റൺ ദി സ്ക്വയർ. ഓക്കെ, നമുക്ക് റിസൾട്ട് വന്നു. 34 റിസൾട്ട്സ് ഫൗണ്ട്, ഷോവിങ് പേജ് 1 or 2. 34 റിസൾട്ടേ ഉള്ളൂ. കഴിഞ്ഞ, അതായത് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് വ്യാഴാഴ്ചയാണ്, എല്ലാ വെള്ളിയാഴ്ചയാണ് നോക്കേണ്ടത്. ഓക്കെ, ഇതിൽ നമ്മൾ 1 വീക്ക് റിട്ടേൺ ലാസ്റ്റ് കണ്ടില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
സൊമാറ്റോ, യൂനോ, എജിസ് ലോജിസ്റ്റിക്, ബയോകോൺ, മാക്രോടെക് ഡിവൽ. ഈ 5 സ്റ്റോക്കുകൾ നമ്മൾ എടുക്കുകയാണ്. ഈ 5 സ്റ്റോക്കുകൾ എടുത്ത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഈ 1,00,000 രൂപ ഈ 5 സ്റ്റോക്കുകളിൽ ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 269.66, അതായത് 270 രൂപ. 270 രൂപയ്ക്ക് നമുക്ക് 20,000 രൂപ എത്ര സ്റ്റോക്ക് വാങ്ങാൻ കഴിയും? 20,000 ഡിവൈഡ് ബൈ 230, 86 ക്വാണ്ടിറ്റി, 87 ക്വാണ്ടിറ്റി നമുക്ക് 20,000 റുപ്പീസിന് സൊമാറ്റോ കിട്ടും. അതുപോലെ ഓരോന്നും നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1000 രൂപയുടെ ആകുമ്പോൾ നമുക്ക് 20,000-ന് 20 സ്റ്റോക്കാണ് കിട്ടുകയുള്ളൂ, 20 ക്വാണ്ടിറ്റിയേ കിട്ടുകയുള്ളൂ. അതേസമയം ഇവിടെ മാക്രോടെക് ഡെവിൽ 1222 രൂപ ഉണ്ട്, അത് നമുക്കൊരു 15 ആ ഒരു ലെവലിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ വേറൊരു വിഷയം വരാൻ പോകുന്നത്, ഇപ്പോൾ പേജ് ഇന്ത്യ പോലുള്ള സ്റ്റോക്കുകളൊക്കെ ഹൈയിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു സ്റ്റോക്കിന് തന്നെ 60,000-70,000 ഉണ്ട് ഒരു ക്വാണ്ടിറ്റിക്ക്. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും, അതല്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്കിനെ ഒഴിവാക്കിക്കൊണ്ട് അതിന് തൊട്ട് താഴെയുള്ള സ്റ്റോക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി പൂർണ്ണമാവില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മൊമെൻറ്റം ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മൊമെൻറ്റം ട്രേഡിങ്ങിന് നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഇപ്പോൾ സ്ക്രീനറിൽ ഇപ്പോൾ കാണിച്ച രൂപത്തിൽ നിങ്ങൾ സ്ക്രീനർ സെലക്ട് ചെയ്യുന്നു. സ്ക്രീനർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ 1 വീക്ക് റിട്ടേൺ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക. ICICI സെക്യൂരിറ്റീസാണ് ഫസ്റ്റ് വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് വീക്കിലെ ടോപ്പ് 5 സ്റ്റോക്കുകൾ ലിസ്റ്റ് നിങ്ങൾ എടുക്കുക. ഈ ടോപ്പ് 5 സ്റ്റോക്ക് ലിസ്റ്റ് എടുത്ത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ അതിൻ്റെ റേറ്റ് എത്രയാണോ ആ റേറ്റിന് നിങ്ങൾ വാങ്ങി ഡെലിവറി മോഡിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇത് ചെയ്യാം, പ്രോഫിറ്റ് ഉണ്ടാക്കാം, നല്ലൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.